Hi friends, welcome to Sewing Time. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് പീറ്റർ പാൻ കോളർ ആണ്. ഇതിൻ്റെ പാറ്റേണും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ ഒരു പീസ് തുണി എടുക്കുക. ഇതിനെ രണ്ടായി ഇതുപോലെ മടക്കുക. ആദ്യം ഇതിൻ്റെ നെക്ക് പാറ്റേൺ വരയ്ക്കുകയാണ്. നെക്കിൻ്റെ വീതി വരുന്നത് 2 ഇഞ്ചാണ്. അത് അടയാളപ്പെടുത്താം. നെക്കിൻ്റെ ഇറക്കം വരുന്നത് 2.5 ഇഞ്ച്. ഇതുപോലെ ഒരു ബോക്സ് പോലെ വരച്ച് കഴുത്തിൻ്റെ യു ഷേപ്പ് കൊടുക്കാം. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി ആ പോയിന്റിൽ നിന്ന് നമുക്ക് കോളറിന് എത്ര വീതി വേണം അത് ഇവിടെ അടയാളപ്പെടുത്താം. ഞാനിപ്പോൾ ഇവിടെ 2.5 ഇഞ്ചാണ് കോളറിൻ്റെ വീതിയായിട്ട് എടുക്കുന്നത്. ഇത് ഫ്രോക്കിനാണ് ഞാൻ ഇവിടെ ഈ പീറ്റർ പാൻ കോളർ തയ്ക്കുന്നത്. 2.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇതുപോലെ ടേപ്പ് വെച്ച് ചുറ്റും 2.5 ഇഞ്ച് അടയാളപ്പെടുത്താം. തുണീനെ നമ്മൾ രണ്ടായി മടക്കണത് കൊണ്ട് 2 പീസ് നമുക്ക് കിട്ടും. ഇതുപോലെ വരച്ചു കഴിഞ്ഞു. ഇനി അതിന് ഇതുപോലൊരു ഷേപ്പ് കൊടുക്കുക. ഇവിടെ നിന്നൊരു 1/4 ഇഞ്ച് നീക്കിയിട്ടാണ് ഇങ്ങനൊരു ഷേപ്പ് കൊടുത്തിരിക്കുന്നത്. ഇത് വെട്ടാണ്. ആദ്യം നമ്മൾ കഴുത്ത് വെട്ടുക. ആ നെക്ക് മാർക്ക് ചെയ്ത ഷേപ്പാണ് ആദ്യം വെട്ടുന്നത്. ആ മാർക്ക് ചെയ്ത ഭാഗവും വെട്ടാണ്. ഇപ്പം ഇവിടെ നമുക്ക് 2 പീസ് കിട്ടി. ഇനി അതിന് എൻഡിൽ ഇതുപോലെ ഔട്ട്ലൈൻ വരയ്ക്കാം. ഇനി ആ വെട്ടിയ പോർഷന് നമ്മൾ ലൈനിങ് വെച്ച് തയ്ക്കണം. ഇതുപോലെ ഒരു പീസ് ലൈനിങ് എടുത്ത് അതിൻ്റെ മുകളിലായിട്ട് നല്ല വശം വെച്ച് 1/4 ഇഞ്ച് ഇതുപോലെ ചുറ്റും തയ്ച്ചു കൊടുക്കുക. മുകളിൽ ഷോൾഡർ പോർഷൻ്റെ അവിടെ തയ്ക്കണമെന്നില്ല. ഷോൾഡറിൻ്റെ വീതി 5.5 ഇഞ്ച്. കഴുത്തിൻ്റെ വീതി വരുന്നത് 2.5 ഇഞ്ചാണ്. ഇനി കഴുത്തിൻ്റെ ഇറക്കം ഇതുപോലെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. കൈക്കുഴി ഇതിൻ്റെ ചെസ്റ്റ് പോർഷൻ വരുന്നത് 6 ഇഞ്ചാണ്. അവിടെ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഷേപ്പ് കൊടുക്കുക. ഇനി താഴത്തെ വണ്ണം വരുന്നത് ഇപ്പോൾ ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ റെഡിയായി. ഇനി ഇത് നമ്മൾ വെട്ടാണ്. ലൈനിങ് ഇട്ടിട്ടാണ് നമ്മൾ ഈ ഫ്രോക്ക് തയ്ക്കുന്നത്. ലൈനിങ്ങിൽ നമ്മൾ കഴുത്ത് വെട്ടിയിട്ടില്ല. അപ്പോൾ അത് വെട്ടാണ്. 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുക. ഇതുപോലെ ഒരു യു ഷേപ്പ് കൊടുക്കുന്നു. ഇനി നല്ല തുണിമേ ഇതുപോലെ
കോളർ വയ്ക്കുക. ഇതിൻ്റെ മിഡ് പോയിൻ്റ് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കഴുത്തിൻ്റെ ടോട്ടൽ വണ്ണം വരുന്നത് 5 ഇഞ്ചാണ്. ഇതുപോലെ അടയാളപ്പെടുത്തി അതിനുശേഷം 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കഴുത്ത് തയ്ക്കുക. ഇതിവിടെ നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ബാക്കി പീസ് നമ്മൾ ഇതുപോലെ വെട്ടിയെടുക്കുകയാണ്. ഇനി ലൈനിങ് തുണി ഉള്ളിലേക്ക് മറിച്ചിടുക. ഇപ്പം നമ്മുടെ പീറ്റർ പാൻ കോളർ റെഡിയായി. ഇവിടെ ഞാൻ കുറച്ച് ബീഡ്സും ഹാൻഡ് എംബ്രോയ്ഡറിയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്രഞ്ച് നോട്ടാണ് ഞാൻ ഹാൻഡ് എംബ്രോയ്ഡറി ആയിട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.